സർ ഇപ്പോൾ ഒരാളൊരു പ്രോപ്പർട്ടി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വിൽക്കാണ്. ഉം. ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ആളൊരു പ്രോപ്പർട്ടി മേടിക്കണം കൂടിയുണ്ട്. ഉം. അപ്പൊ അത് ആൾക്ക് ഒരു എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വിറ്റ് എപ്പോഴും ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേറൊരു പ്രോപ്പർട്ടി, അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വിൽക്കുന്നത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ലാൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഏത് അസറ്റ് ആയാലും ഒരു ലോങ് ടൈം അസറ്റ് ഏതായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ വിറ്റു. പക്ഷെ നമ്മൾ ഒരാൾ 1 കോടി രൂപയ്ക്ക് ഒരു സംഭവം വിറ്റു, ഒരു പ്രോപ്പർട്ടി വിറ്റു, അയാൾ 1 കോടി രൂപയ്ക്ക് തന്നെ വാങ്ങിച്ചു എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതിന് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ആൾക്ക് ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ടാക്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതെന്ന് പറയുന്നത് വേറൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അത് ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം കേട്ടോ. അല്ലാതെ കൊമേഴ്സ്യൽ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഒരാൾ വീട് വിറ്റ് കഴിഞ്ഞിട്ട് ഒരു വാടക കെട്ടിടം, അതായത് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ്, ഒരു കടമുറി വാങ്ങിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എക്സംഷൻ കിട്ടില്ല. ഒരാൾ വീട് വിറ്റു അല്ലെങ്കിൽ ഒരു ലാൻഡ് വിറ്റു, പക്ഷെ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വീണ്ടും വേറൊരു ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിന് ടാക്സ് എക്സംഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്.